പാറപ്പുറം യുവതരംഗ് ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. ബിസിനസ് ഗ്രാവിറ്റി സിഇഒ സുരേഷ് പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഓണക്കളികളും ഓണസദ്യയും ഒരുക്കി. കഴിഞ്ഞ 45 വർഷത്തിലേറെയായി സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് യുവതരംഗ്. 1980-ൽ കെ എ കൊടുങ്ങല്ലൂരിന്റെ അധ്യക്ഷതയിൽ MS മേനോൻ ഉദ്ഘാടനം ചെയ്ത അരക്കിണർ പാറപ്പുറം യുവതരംഗ് 50-ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നെഹ്റു യുവകേന്ദ്രയിൽ അഫിലിയേറ്റ് ചെയ്ത ഈ സംഘടന കലാകായിക, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. യുവതരംഗിന്റെ ഈ വർഷത്തെ കുടുംബസംഗമവും ഓണാഘോഷവും ബിസിനസ് ഗ്രാവിറ്റി സിഇഒയും ഫൗണ്ടറുമായ സുരേഷ് പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ക്ലബ്ബ് രൂപീകരിക്കുക, അത് കഴിഞ്ഞ് അതൊരു പ്രദേശത്തിന്റെ മുഖമുദ്രയെ നിലകൊള്ളുക, വളരെ വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. ഈ സ്ഥാപനം രൂപീകരിച്ച സമയത്തുണ്ടായിരുന്ന മെമ്പർമാർ തന്നെ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂട്ടായിട്ട് അണിചേർന്ന് നിൽക്കുക, ഇതൊക്കെ നല്ലൊരു അത്ഭുതം തോന്നിക്കുന്ന കാഴ്ച തന്നെയാണ് എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട്. വരാൻ പോകുന്ന 50 വർഷത്തേക്ക് കൂടെ ഈ ക്ലബ്ബ് നിലകൊള്ളുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതിന്റെ കൂട്ടായ്മ ഉണ്ടാവട്ടെ എന്ന്, ജഗദീശ്വരന്റെ എല്ലാ അനുഗ്രഹവും അതിനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ചടങ്ങിൽ യുവതരംഗ് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വി ജയപ്രകാശ്, AM അനിൽകുമാർ, M ശശിധരൻ, KP പ്രദീപ് കുമാർ, M ബാബുരാജ്, M രാഹുൽ രാജ, രാജേഷ് അച്ചാറമ്പത്ത്, AV പ്രകാശൻ, സജി KP, M മുരളീധരൻ, M മോഹൻദാസ്, തോട്ടുങ്ങൽ സത്യപ്രകാശ്, വനിതാ വിഭാഗം പ്രസിഡന്റ് ഷീബ വിനോദ്, സെക്രട്ടറി ദിവ്യാദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഓണാഘോഷ പരിപാടിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും കലാ, കായിക, വിനോദ പരിപാടികളും അരങ്ങേറി. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന പ്രവർത്തനവും ഇഫ്താർ വിരുന്ന്, ഓണാഘോഷങ്ങൾ, ന്യൂ ഇയർ എന്നിവയും ചാരിറ്റി പ്രവർത്തനവും നടത്തിവരുന്നുണ്ട് യുവതരംഗ്. അസുഖം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആശ്വാസമായി സാമ്പത്തിക സഹായവും നൽകുന്നു. കോർപ്പറേഷന്റെ സഹകരണത്തോടെയുള്ള വായനശാലയും ഗ്രന്ഥശാലയും യുവതരംഗിന് സ്വന്തമായുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.